സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നമ്മൾ കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പല ക്രൈസ്തവ സഭയുടെ പേരിലുള്ള ദേവാലയങ്ങൾ കാണാൻ സാധിക്കും. യാക്കോബായ ദേവാലയം, ഓർത്തഡോക്സ് ദേവാലയം, CSI ദേവാലയം, മാർത്തോമാ ദേവാലയം എന്നൊക്കെ. ഏതാണ് ഈ സഭാവിഭാഗങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കത്തോലിക്ക സഭയെയും ഇതര ക്രൈസ്തവ സഭകളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നല്ലോ. ഇന്ന് നമുക്ക് കേരളത്തിലെ ഇതര ക്രൈസ്തവ സഭകളെ കുറിച്ചും എക്യുമെനിസത്തെ കുറിച്ചും നമ്മൾ എന്തുകൊണ്ട് കത്തോലിക്കായിരിക്കണം എന്നും ഒന്ന് മനസ്സിലാക്കാം. ആദ്യം കേരളത്തിലെ ഇതര ക്രൈസ്തവ സഭകൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. 1. മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭ. നിങ്ങൾ കൂനൻ കുരിശ് സത്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. AD 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിൽ നടന്ന ഒരു സംഭവമാണ് കൂനൻ കുരിശ് സത്യം. ഇതിനെ തുടർന്ന് കേരളത്തിലെ മാർത്തോമാ നസ്രാണികൾക്കിടയിൽ ഒരു പിളർപ്പുണ്ടായി. AD 1665 അന്ത്യോക്യൻ യാക്കോബായ സഭയിൽപ്പെട്ട മാർ ഗ്രിഗോറിയോസ് മെത്രാൻ കേരളത്തിലെത്തുകയും ഇവിടെ കൂനൻ കുരിശ് സത്യത്തോടെ കത്തോലിക്ക സഭയിൽ നിന്ന് വിഘടിച്ചു നിന്നിരുന്നവർ അദ്ദേഹം വഴി അന്ത്യോക്യ യാക്കോബായ സഭയുമായി ബന്ധം സ്ഥാപിക്കുകയും ക്രമേണ ഈ ബന്ധം വളർന്ന് അവരുടെ ആരാധനാക്രമം സ്വീകരിച്ച് അന്ത്യോക്യ പാത്രിയാർക്കീസിനോട് ഹൈറാർക്കിക്കൽ ബന്ധം സ്ഥാപിച്ചു. അതായത് അവർ മാർപ്പാപ്പായുടെ നേതൃത്വം ഉപേക്ഷിക്കുകയും പുതിയ ഒരു സഭയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. ഇതാണ് മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭ. ഇവരെ പുതിയ വിശ്വാസം സ്വീകരിച്ചവർ എന്ന അർത്ഥത്തിൽ പുത്തൻ കൂറ്റുകാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭ. AD 1876 മുളന്തുരുത്തിയിൽ വെച്ച് പത്രോസ് മൂന്നാമൻ എന്ന അന്ത്യോക്യ യാക്കോബായ പാത്രിയാർക്കീസിന്റെ നേതൃത്വത്തിൽ നടന്ന സൂനകദോസ് വഴി പുത്തൻകൂറ്റുകാർ മുഴുവനായും അന്ത്യോക്യ സഭയുടെ കീഴിലായി. എന്നാൽ ഇതിനെ എതിർത്തവർ വട്ടശ്ശേരിയിൽ മാർ ദിവന്യാസ്യോസ് മെത്രാന്റെ നേതൃത്വത്തിൽ 1912 ഒരു കാത്തോലിക്കേറ്റ് രൂപീകരിച്ചു. അങ്ങനെ യാക്കോബായ സഭ പിളർന്നു. അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ അനുകൂലിക്കുന്നവർ ബാവാകക്ഷി അല്ലെങ്കിൽ പാത്രിയാർക്കീസുകാരെന്നും ദിവന്യാസ്യോസ് മെത്രാനെ അനുകൂലിക്കുന്നവർ മെത്രാൻ കക്ഷി എന്നും അറിയപ്പെട്ടു. ബാവാകക്ഷി മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭ അഥവാ യാക്കോബായ സഭ എന്നും മെത്രാൻ കക്ഷി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭ അഥവാ ഓർത്തഡോക്സ് സഭ എന്നും അറിയപ്പെടുന്നു. പേരിൽ വ്യത്യാസമുണ്ടെങ്കിലും വിശ്വാസത്തിലോ ആചാരങ്ങളിലോ ആരാധനാക്രമങ്ങളിലോ ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. 3. അസീറിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റ്. AD 1874 ഒരു ചെറിയ വിഭാഗം മാർത്തോമാ ക്രിസ്ത്യാനികൾ നെസ്തോറിയൻ സിദ്ധാന്തം സ്വീകരിച്ച് പേർഷ്യൻ മെത്രാനായിരുന്ന ഏലിയാസ് മേലൂസ് തങ്ങളുടെ തലവനായി സ്വീകരിച്ചു. നെസ്തോറിയൻ സിദ്ധാന്തം എന്ന് പറയപ്പെടുന്നതും കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായി കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് ആയിരുന്ന നെസ്തർ മുന്നോട്ട് വെച്ച ചില ആശയങ്ങളാണ് നെസ്തോറിയൻ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ നെസ്തോറിയൻ സിദ്ധാന്തം സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് വേറിട്ട് പോയി രൂപം കൊണ്ട ഒരു ചെറിയ സഭയാണ് അസീറിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റ്. 4. മലങ്കര സുറിയാനി സഭ. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ആംഗ്ലിക്കൻ മിഷണറിമാർ കേരളത്തിലെത്തി പുത്തൻകൂറ്റ് സുറിയാനിക്കാരുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇത് ഇവരുടെ ഇടയിൽ പ്രോട്ടസ്റ്റന്റ് ആശയങ്ങൾ പ്രചരിക്കാൻ ഇടയായി. അതോടെ അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റായിരുന്ന കേണൽ മൺറോ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പ്രോട്ടസ്റ്റന്റ് ആശയത്തെ അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരുമായി യാക്കോബ സഭയിൽ ഒരു ചേരിതിലുണ്ടായി. അന്നത്തെ യാക്കോബായ മെത്രാപ്പോലീത്ത ചേപ്പാട് മാർ ദിവന്യാസ്യോസിന്റെ നേതൃത്വത്തിൽ 1836 മാവേലിക്കരയിൽ ഒരു സൂനകദോസ് കൂടി ആംഗ്ലിക്കൻ മിഷണറിമാരുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. എന്നാൽ പ്രോട്ടസ്റ്റന്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായവർ ആംഗ്ലിക്കൻ സഭയിൽ ചേർന്ന് പാലക്കുന്നത്ത് അബ്രാഹാം മൽപ്പാന്റെ നേതൃത്വത്തിൽ യാക്കോബായ സഭയുടെയും പ്രോട്ടസ്റ്റന്റ് സഭയുടെയും ആശയങ്ങൾ സമന്വയിപ്പിച്ച് മാർത്തോമാ സുറിയാനി സഭ എന്ന ഒരു പുതിയ സഭ സ്ഥാപിച്ചു. ആ സഭയാണ് മാർത്തോമാ സഭ. 4. CSI സഭ അഥവാ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. ആംഗ്ലിക്കൻ സഭ
ബ്രിട്ടീഷ് മെത്തഡിസ്റ്റ്, സൗത്ത് ഇന്ത്യ മെത്തഡിസ്റ്റ്, ബാസ്റ്റൺ മിഷൻ എന്നീ സഭകൾ ചേർന്ന് 1947 CSI സഭ അഥവാ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ മദ്രാസിൽ രൂപമെടുത്തു. ഈ CSI സഭയ്ക്ക് 4 മഹാ ഇടവകൾ അഥവാ രൂപതകളാണുള്ളത്. ദക്ഷിണ കേരള മഹാ ഇടവക, മധ്യ കേരള മഹാ ഇടവക, ഉത്തര കേരള മഹാ ഇടവക, പൂർവ്വ കേരള മഹാ ഇടവക എന്നിവയാണവ. ഇനി നമുക്ക് എക്യുമെനിസം എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കാം. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ കാരണങ്ങളാൽ കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ സഭകളും കത്തോലിക്ക സഭയും തമ്മിൽ ഐക്യം വളർത്തുകയും ധാരണകൾ രൂപീകരിക്കുകയും ഔദ്യോഗിക തലത്തിൽ ഐക്യചർച്ചകൾ നടത്തി കൂട്ടായ്മയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എക്യുമെനിസം അഥവാ സഭൈക്യ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഭിന്നിച്ചു നിൽക്കുന്നവർ തമ്മിൽ ഐക്യത്തിൽ എത്തേണ്ടത് ഈശോയുടെ ആഗ്രഹവും കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ്. ആശയങ്ങളിലെ വൈവിധ്യവും സമുദായികവും വൈകാരികവുമായ കാര്യങ്ങളും സമ്പൂർണ്ണ ഐക്യത്തിന് തടസ്സമാണ്. എന്നാൽ യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് ഐക്യം കൈവരിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന വേദിയാണ് എക്യുമെനിസം അഥവാ സഭൈക്യ പ്രസ്ഥാനം. അവസാനമായി, എന്തുകൊണ്ടാണ് നമ്മൾ കത്തോലിക്കരായിരിക്കണം എന്ന് പറയുന്നത്? ഈശോ മിശിഹ സ്ഥാപിച്ച സഭയെ കത്തോലിക്ക സഭയെന്ന് ആദ്യം വിളിച്ചത് 1-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യയിൽ ജീവിച്ചിരുന്ന രക്തസാക്ഷിയായ വിശുദ്ധ ഇഗ്നേഷ്യസാണ്. അന്ന് ഒരേ ഒരു സഭയെ ഉണ്ടായിരുന്നുള്ളൂ. ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ കത്തോലിക്ക സഭ മാത്രമേ ഈശോ ഫലമേൽപ്പിച്ച സുവിശേഷ തഥ്യങ്ങളെ അമംഗലം ശ്ലൈഹിക പാരമ്പര്യത്തിൽ കാത്തു സൂക്ഷിക്കുന്നുള്ളൂ. അപ്പോസ്തല പ്രമുഖനായിരുന്ന പത്രോബസ്തന്റെ പിൻഗാമിയായ മാർപ്പാപ്പ തലവനായി ശ്രീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരാൽ നയിക്കപ്പെടുന്നത് കത്തോലിക്ക സഭ മാത്രമാണ്. ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യ ദൗത്യവും കത്തോലിക്ക സഭയിലാണ് അവങ്കരം നിലനിന്ന് പോരുന്നത്. ദൈവിക ജീവന്റെ നീർച്ചാലുകളായ ഉദാശകളും മാറ്റമില്ലാതെ അനുഷ്ഠിക്കപ്പെടുന്നതും കത്തോലിക്ക സഭയിലാണ്. ആയതിനാൽ ഈശോ വാഗ്ദാനം ചെയ്ത രക്ഷ അതിന്റെ പൂർണ്ണതയിൽ മനുഷ്യന് കരകരമാകുന്നത് ഈ സഭയിലൂടെയാണ്. സഭ ഈശോയുടെ ഭൗതിക ശരീരവും ഈശോ സഭയുടെ ശിരസ്സുമാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ ശിരസ്സുമായി ബന്ധമുള്ളൂ. ആയതിനാൽ നാം ആ യഥാർത്ഥ സഭയിലെ അംഗമായിരിക്കേണ്ടത് ഈശോ മിശിഹായിലൂടെ കൈവന്ന രക്ഷയുടെ പൂർണ്ണമായ അനുഭവത്തിന് അനിവാര്യമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ കത്തോലിക്കരായിരിക്കണം എന്ന് പറയപ്പെടുന്നത്. കൂട്ടുകാരി, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പുസ്തകത്തിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കുകയും തന്നിരിക്കുന്ന പാഠപുസ്തകത്തിന്റെ അവസാനം തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി അത് നന്നായി ഹൃദയസ്ഥമാക്കി വയ്ക്കുകയും ചെയ്ത് പരീക്ഷയ്ക്ക് തയ്യാറാകുമല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.